ചാലക്കുടി അതിരപ്പള്ളി മലക്കപ്പാറയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. വാച്ചുമരം കോളനിക്ക് സമീപം ആംബുലൻസ് നേരെ ഈ കാട്ടാന പാഞ്ഞടുത്തു എന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ പറയുന്നത്. 2 ആഴ്ച മുമ്പ് ഈ ഭാഗത്ത് വെച്ചാണ് ആദിവാസി സ്ത്രീയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്ന കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കുക. ഇപ്പോൾ സ്ക്രീനിൽ നമ്മൾ കാണുന്നത് ഈ കാട്ടാന പാഞ്ഞടുക്കുന്നതിൻ്റെ ദൃശ്യം തന്നെയാണ്. കാട്ടാന കൂട്ടം അവിടെ ഉണ്ടായിരുന്നു എന്നും ദൃശ്യത്തിൽ കാണുന്നു. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ് സജി, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. അതിരപ്പള്ളിക്കും മലക്കപ്പാറക്കും ഇടയിൽ വാച്ചുമരം കോളനിക്ക് സമീപത്ത് വെച്ചാണ് ഇത്തരത്തിൽ ഈ കാട്ടാനക്കൂട്ടം ആംബുലൻസ് തടയുന്ന നിലയുണ്ടായിരിക്കുന്നത്. ഒരു വലിയ വളവാണ് ഈ വാച്ചുമരം കോളനിക്ക് മുൻപുള്ള. ആ വളവിലാണ് ഈ ആംബുലൻസ് വളവ് തിരിഞ്ഞു വരുമ്പോൾ ഈ കാട്ടാനക്കൂട്ടം റോഡിൽ നിലയുറപ്പിച്ച സ്ഥിതിയിലായിരുന്നു. ഈ ആംബുലൻസ് അവിടെ നിർത്തി. പക്ഷേ ഈ കാട്ടാനക്കൂട്ടം ആംബുലൻസിന് നേരെ പാഞ്ഞടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നാലെ ഡ്രൈവർ ഈ സൈറൺ മുഴക്കിയതോടുകൂടിയാണ്, വലിയ രീതിയിൽ സൈറൺ മുഴക്കി, ഹോൺ മുഴക്കിയതോടുകൂടിയാണ് ഈ കാട്ടാന പിന്തിരിയുന്നത്. ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. 4 കാട്ടാനകൾ ായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ശബ്ദം കേട്ടിട്ടും പിന്തിരിയാതെ ഒരു കാട്ടുകൊമ്പൻ അവിടെ നിന്നു എന്നുള്ളതാണ് ഈ ആംബുലൻസ് ഡ്രൈവറുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. പിന്നീട് ഈ മറ്റാനകൾ ഓടിയതിന് പുറകെ ഈ ആനയും ഈ ശബ്ദം കേട്ട് ഓടുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ 2 ആഴ്ചകൾക്ക് മുമ്പ് ഇതിന് സമീപത്ത് വെച്ചാണ് ഈ വാച്ചുമരം കോളനിയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വയോധിക കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതേ മേഖലയിൽ വെച്ച് തന്നെയാണ് ഇപ്പോൾ ഈ കാട്ടാനക്കൂട്ടം ഈ ആംബുലൻസ് തടയുന്ന സാഹചര്യം ഉണ്ടായത്. തുടർച്ചയായി ഈ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഈ വഴിയിലൂടെ പോകുന്ന വാഹനങ്ങൾ പോകുന്ന ആളുകളെ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കാറിന് നേരെ എല്ലാം പാഞ്ഞെടുത്തതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ആംബുലൻസിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഡ്രൈവറുടെ ഒരു സമയോചിതമായ ഇടപെടലാണ് ഈ ആന മറ്റു വാഹനം ആക്രമിക്കുന്നതിലേക്ക് ഒന്നും തന്നെ പോകാതെ ഇരിക്കുന്നതിന് ഇടയാക്കിയത്. കൃത്യസമയത്ത് തന്നെ ആ ഹോൺ മുഴക്കിയതോടുകൂടി ആനക്കൂട്ടം ഭയപ്പെട്ട് അവിടെ നിന്ന് ഓടി മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. വേനൽ കടുത്തതോടുകൂടി പ്രത്യേകിച്ച് ഈ കാടിറങ്ങി ഈ റോഡിലേക്കെല്ലാം തന്നെ കാട്ടാനകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പെട്രോളിംഗ് ഉൾപ്പെടെയുള്ളവ ഈ മേഖലയിൽ ശക്തമാക്കിയിരുന്നു. പക്ഷെ എന്നാൽ പോലും അതൊന്നും ഈ പൂർണ്ണമായും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഈ തുടർച്ചയായുള്ള സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു സൂരജ് സജി. മലക്കപ്പാറയ്ക്ക് സമീപം ആംബുലൻസ് നേരെ കാട്ടാന പാഞ്ഞെടുത്തു എന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്.